ബിഗ് ബോസ് മലയാളം സീസൺ 7 വരാൻ പോകുന്ന അല്ലെങ്കിൽ കൺഫേംഡ് ആയി ഇവരെന്തായാലും ബിഗ് ബോസിൽ വരുമെന്ന് പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന കുറച്ച് പേരല്ല 15 പേരുടെ പേര് ലഭിച്ചിട്ടുണ്ട്. ഇവരെന്തായാലും ബിഗ് ബോസിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയും. 100% പക്ക കൺഫേംഡ് ആണ്. ഇനി അവസാനം എന്തെങ്കിലും പറ്റിയാലുള്ളൂ, എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ ഈ 15 പേരും എന്തായാലും ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഓരോരുത്തരായിട്ട് പറയാം. ഞാൻ ഫോട്ടോ സൈഡിൽ കാണിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ആർട്ടിസ്റ്റും ആക്ടറും ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അഭിശ്രീയാണ്. ഞാൻ പ്രഡിക്ഷനിലൊന്നും പറഞ്ഞിട്ടില്ല, പുതിയൊരു പേരാണ് അഭിശ്രീ. അപ്പോൾ പുള്ളിക്കാരനും കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 100% കൺഫേംഡ് ആണ്. അടുത്തത് നമ്മുടെ പരസ്പരം സീരിയലിലെ നമ്മുടെ പത്മാവതിയായിട്ടൊക്കെ അഭിനയിച്ച് തകർത്ത രേഖ രതീഷാണ്. നമ്മുടെ ഏഷ്യാനെറ്റിലൊക്കെ ഉണ്ടായിരുന്ന രേഖ രതീഷ് സീരിയൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാര്യം 100% കൺഫേംഡ് ആണ്. പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇവർ കൺഫേംഡ് അല്ല എന്ന് നേരിട്ട് പറഞ്ഞു എന്നൊക്കെ പറയുന്നു, അറിയില്ല. പക്ഷേ കൺഫേംഡ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന, ഈ അടുത്ത് വരെ സംപ്രേഷണം ചെയ്തിരുന്ന ഗീതാ ഗോവിന്ദം സീരിയലിലെ ബിന്നി സെബാസ്റ്റ്യൻ, നായികയായിട്ടുള്ള ബിന്നി സെബാസ്റ്റ്യൻ, ആ ഗീതാ ഗോവിന്ദം സീരിയലിലെ നായിക തന്നെയാണ്. ബിന്നി സെബാസ്റ്റ്യനും കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ പുതിയൊരു പേരാണ്, ഞാൻ ഇതുവരെ ആയിട്ട് എൻ്റെ പ്രഡിക്ഷനിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നെവിൻ എന്നാണ്. ഫാഷൻ കൊറിയോഗ്രാഫി ആയിട്ടുള്ള നെവിൻ, പുള്ളിക്കാരനും കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 100% കൺഫേംഡ് ആണ്. പിന്നെ ഒരു പുതിയൊരു പേരാണ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒണിയൽ സാബു. അടുത്തത് പുതിയൊരു പേരാണ് ആക്ടറായിട്ടുള്ള ആര്യൻ ഖദൂരിയ. പുള്ളിക്കാരൻ കാണാൻ നല്ല ഒരു ഹിന്ദി സിനിമയുടെ നടനെ പോലെയൊക്കെ തോന്നും. പക്ഷെ മലയാളിയാണ് ആര്യൻ. മലയാളമാണെന്ന് പറഞ്ഞൂടാ, മലയാളം അറിയാം. ആര്യൻ ഖദൂരിയ എന്നാണ്. സിനിമയിലൊക്കെയാണ്, മലയാളം മൂവിയിലൊക്കെ ഉണ്ട് കേട്ടോ. ആര്യൻ ഖദൂരിയാണ്. അടുത്തത് എൻ്റെ പ്രൊഡക്ഷനിലൊന്നും പറയാത്ത ഒരാളാണ് കൊമേഡിയൻ ആയിട്ടുള്ള ദീപക് മോഹൻ. പുള്ളിക്കാരനും കൺഫേംഡ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 100%. അടുത്തത് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദിലയും നോറയും. ഇവർ രണ്ടുപേരും ഒരാൾ വരുമെന്നാണ് അറിഞ്ഞത്. പക്ഷെ ഇപ്പൊ അറിയുന്നത് ഇവർ രണ്ടുപേരും വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ ഈ രണ്ടുപേരിൽ ഒരാളാണ് വരുന്നതെങ്കിൽ ആദിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിരുന്നോട്ടെ, കൺഫേംഡ് ആയിട്ട് ഇരുന്നോട്ടെ. ചിലപ്പോൾ ഇതിൽ ഒരു പേരായിരിക്കും വരുന്നത്. അപ്പൊ ആദിലയും നൂറയും ഇവർ രണ്ടുപേരും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് ആദ്യം മുതലേ കേൾക്കുന്നുണ്ട്, ഇപ്പോഴും കേൾക്കുന്ന ഒരാളാണ് സ്റ്റാർ മാജിക്കിലെ അനിമോള്, ആക്ട്രസ് ആയിട്ടുള്ള അനിമോള്. പുള്ളിക്കാരിയും കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അടുത്തത് നമ്മുടെ ഇന്റർവ്യൂവർ ആയിട്ടുള്ള ഷാരികയാണ്. ഷാരികയും 100% കൺഫേംഡ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് ആക്ടറായിട്ടുള്ള അപ്പാനി ശരത്ത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ 2-3 മൂവീസിലൊക്കെ പുള്ളിക്കാരനുണ്ട്. അപ്പോൾ അപ്പാനി ശരത്തും കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് മ്യൂസീഷ്യനും സിംഗറുമായിട്ടുള്ള അക്ബർ ഖാൻ. പുള്ളിക്കാരനും 100% കൺഫേംഡ് ആണ്. എന്തായാലും ബിഗ് ബോസിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പുള്ളിക്കാരനും അങ്ങനെ വരും. ഇനി കേൾക്കാൻ പോകുന്ന പുതിയൊരു പേരാണ്, ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല. RJ അഞ്ജലിയുടെ പേരൊക്കെ കേട്ടിരുന്നു, പക്ഷെ RJ അഞ്ജലല്ല, RJ ബിൻസി എന്ന് പറയുന്ന ആളാണ് വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം പുള്ളിക്കാരി വരുമെന്ന്. പക്ഷെ കൺഫേംഡ് ആണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് പുള്ളിക്കാരി കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 14ാമതായിട്ട് നമ്മുടെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രേണുസുതി, പുള്ളിക്കാരിയും ബിഗ് ബോസിലും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 100% കൺഫേംഡ് ആണ്. പക്ഷെ ലൈവിലൊക്കെ വന്ന് പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസിൽ ഇല്ല കേട്ടോ എന്ന്. അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാരും ഞാൻ ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് പറയത്തില്ല. കാരണം അത് റൂളിനെതിരെയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ പുള്ളിക്കാരും കൺഫേംഡ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി അവസാനമായിട്ട് നമ്മുടെ ആക്ടറായിട്ടുള്ള ഷാനവാസ് ഷാനു, സീരിയലിൽ ഭയങ്കര ഇതുള്ള ആളാണ് കേട്ടോ, ജനപ്രീതിയുള്ള ഒരാളാണ് ഷാനവാസ് ഷാനു. ഇവരുടെ സീരിയലൊക്കെ വന്നാൽ ഹിറ്റാകും, അങ്ങനത്തെ ഒരു നല്ല ഫാൻസ് ഉള്ള ഒരാളാണ് ഷാനവാസിൻ്റെ ഒരു സീരിയൽ മറ്റേ സീ കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെ 2-3 നല്ല നല്ല സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഹിറ്റുള്ള ഷാനു ഉള്ള സീരിയലൊക്കെ ആണെങ്കിൽ ആൾക്കാർ വന്ന് കാണും. കാരണം അത്രയും ഫാൻസും ഉണ്ട് ഷാനവാസ് ഷാനു എന്ന് പറയുന്ന ആൾക്ക്. അപ്പോൾ പുള്ളിക്കാരനും 100% കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിയുന്നത്.
പിന്നെ പ്രഡിക്ഷനിലൊക്കെ നമ്മുടെ 2-3 ഒരു കഴിഞ്ഞ പ്രഡിക്ഷനിലാണെന്ന് തോന്നുന്നു ഒരു പേര് പറഞ്ഞിരുന്നു, 2-3 പേര് പറഞ്ഞു. അവരൊക്കെ ഇപ്പം ഇല്ല എന്നാണ്. ചിലപ്പോൾ ഒരു ചാൻസ്, നമ്മുടെ ബൈ ചാൻസ് പോലെ നമുക്കിത് പറഞ്ഞേക്കാം. അതിലൊന്നാമത്തത് അവന്തിക മോഹൻ, നമ്മളുടെ തൂവൽ സ്പർശം സീരിയലിലെ മെയിൻ ലീഡായിരുന്ന അവന്തിക മോഹൻ എന്നാണ്. അവരും എന്താണ് ഇപ്പോൾ അറിയുന്നത് കൺഫേംഡ് അല്ല, പക്ഷേ ആവാം, എപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അവസാന നിമിഷം അവർ ടൈംസ് ഓഫ് മീഡിയയിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം, ഒരു ചാൻസ് പോലെ അവിടെ ഇരുന്നോട്ടെ. പിന്നെ ഉള്ളത് ജിഷിൻ മോഹൻ കൺഫേംഡ് ആണെന്നാണ് അറിഞ്ഞത് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ ഇപ്പം കൺഫേംഡ് അല്ല, ഇല്ല എന്നാണ് അറിഞ്ഞത്. എനിക്കറിയില്ല, പക്ഷെ ഇവരൊക്കെ വരണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമുണ്ട് എനിക്ക്. കാരണം കുറേ സീസണിലെ പ്രഡിക്ഷൻ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പുള്ളിക്കാരൻ വരും എന്നൊക്കെ വിചാരിച്ചു. ഇപ്പം ഇന്നലെ വരെ നല്ല കൺഫേംഡ്, ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് 2 ദിവസം മുൻപ് വരെ നല്ല പക്ക കൺഫേംഡ് ആയിട്ട് വരെ ഇരുന്നതാണ്. 27-ാം തീയതി എന്തോ ഫ്ലൈറ്റ് കയറുന്നൊക്കെയാണ് അറിഞ്ഞത്. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ജിഷിൻ മോഹൻ ഇല്ല, ഇപ്പോൾ കറൻറ്റിൽ ഇല്ല എന്നാണ്. പിന്നെ പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പോൾ ജിഷിൻ മോഹൻ്റെ കേസും അങ്ങനെയാണ്. പിന്നെ റോഷൻ ബഷീർ, ഈ റോഷൻ ബഷീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യം മൂവിയിലെ വരുണില്ലേ, പുള്ളിക്കാരൻ കൺഫേംഡ് ആണെന്ന് അല്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ടൈംസ് ഓഫ് മീഡിയയിൽ റോഷൻ ബഷീർ ബിഗ് ബോസിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കണ്ടു. ഇവരുടെ 3 പേരാണ് നമ്മൾ കണ്ടത്. അവന്തിക മോഹൻ്റെയും രേഖ രതീഷിൻ്റെയും അതുപോലെ ജിഷിൻ മോഹൻ്റെയും ഇതാണ് നമ്മൾ 3 പേരുടെ ഫോട്ടോ വെച്ചിട്ട് ടൈംസ് ഓഫ് മീഡിയയിൽ ഇവർ പറയുന്നു ഇല്ല എന്നുള്ളൊരു പോസ്റ്റ് നമ്മൾ കണ്ടു. പക്ഷെ അറിയില്ല, പക്ഷെ അതിൽ രേഖ രതീഷ് പക്ക കൺഫേംഡ് ആണ്, പുള്ളിക്കാരൻ എന്തായാലും വരുമെന്നാണ് അറിഞ്ഞത്. പിന്നെ അവന്തിക മോഹൻ്റെ കേസും റോഷൻ ബഷീറിൻ്റെ കേസും അറിയത്തില്ല. ഇനി ഇവർ രണ്ടുപേരും അവസാനം കൺഫേം ആവാം. ഇപ്പോൾ ഇതിൽ ഞാൻ പക്ക കൺഫേംഡ് ആയിട്ട് 15 പേരുടെ പറഞ്ഞു. പിന്നെ ഒരു ചാൻസ് പോലെ 3 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ഫോട്ടോ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം കൺഫേംഡ് അല്ലാത്തതുകൊണ്ടാണ്. ഈ 15 പേരുടെയാണ് നമ്മുടെ കണ്ടന്റ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവരിൽ അവസാനം എല്ലാവരും വന്നാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഗ്രാൻഡ് ലോഞ്ച് അറിയാലോ എപ്പോഴാണെന്ന്. നമ്മുടെ ഗ്രാൻഡ് ലോഞ്ച് ഓഗസ്റ്റ് 3-നാണ്. അപ്പോൾ ഡേറ്റ് വന്നു, പക്ഷെ ഒരു പ്രൊമോ വന്നിട്ടില്ല. നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ ഉണ്ട്, ഓഗസ്റ്റ് 3 അറിയുമ്പോൾ ഒരു പ്രൊമോയൊക്കെ വരും, അടിപൊളി പ്രൊമോയൊക്കെ വരും. അത് വന്നിട്ടില്ല, ചിലപ്പോൾ ഈ വീക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സ്റ്റാർ സിംഗറിൽ മോഹൻലാൽ വന്നിട്ടുണ്ട്. മോഹൻലാലിൻ്റെ മൺസൂൺ ഫെസ്റ്റിവൽ, അത് കമ്മിങ് സൂൺ എന്നാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുൻപുള്ള, എന്നുവെച്ചാൽ ഇപ്പോൾ ബിഗ് ബോസ് തുടങ്ങുന്നത് ഒരു ഞായറാഴ്ച ഓഗസ്റ്റ് 3-നാണ്. അതിന് തൊട്ട് മുൻപുള്ള ശനിയോ ഞായറിലോ വന്നിട്ട് ചിലപ്പോൾ ഞായറാഴ്ച ആവാൻ ചാൻസ് ഉണ്ട് സ്റ്റാർ സിംഗറിൽ വന്നിട്ട്. അല്ലെങ്കിൽ ശനിയാഴ്ചത്തെ എപ്പിസോഡ്, എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഓഗസ്റ്റ് 2-ാം തീയതി ആവാം. ഓഗസ്റ്റ് 2-ാം തീയതി വന്നിട്ട് ഓഗസ്റ്റ് 2-ാം തീയതി ആയിരിക്കും എപ്പിസോഡ്. അന്ന് വന്നിട്ട് ചിലപ്പോൾ ബിഗ് ബോസിലൊന്ന് പ്രൊമോട്ട് ചെയ്യുമായിരിക്കും. നാളെ മുതൽ നമ്മുടെ ഷോ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒന്ന് പ്രൊമോട്ട് ചെയ്യും. അല്ലെങ്കിൽ ഓഗസ്റ്റ് 3-ന് നമ്മുടെ ഷോ തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യും. ഇത് പ്രൊമോഷൻ ഉള്ളതാണ്, കാരണം സീസൺ 3 ഒക്കെ തുടങ്ങുമ്പോഴേക്ക് നമ്മുടെ സ്റ്റാർട്ട് മ്യൂസിക്കിലൊക്കെ ഇത് ഉണ്ടായിരുന്നു, പ്രൊമോഷൻ ഉണ്ടായിരുന്നു, ബിഗ് ബോസ് തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ പ്രൊമോഷനൊക്കെ ആയിരിക്കും മോഹൻലാലൊന്നും. എല്ലാവരും പറഞ്ഞത്, കുറേ പേര് ഏതൊരാൾ അറിയില്ല, ആരാണെന്ന് അറിയില്ല, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാർ സിംഗറിലായിരിക്കും ചിലപ്പോൾ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഡേറ്റ് അനൗൺസ് ചെയ്തു ഇന്നലെ അനൗൺസ് ചെയ്തു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഗസ്റ്റ് 3-നാണ്. അപ്പോൾ അതും ഓക്കെ ആയി. ഇനിയിപ്പോൾ എന്തൊക്കെയാണ്, ഇനി ഒരു പ്രൊമോ ആണല്ലേ, ഇനി പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒരു നല്ലൊരു അടിപൊളി പ്രൊമോ വരട്ടെ. പക്ഷേ പ്രൊമോ ആയിട്ട് നല്ല രീതിയിൽ ഒരു പ്രൊമോഷൻ ഇല്ല, പക്ഷെ പോസ്റ്റുകളായിട്ട് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ഓരോരോ പ്രൊമോയുടെ കട്ട് വെച്ചിട്ട് ഫോട്ടോ വെച്ചിട്ട് കമ്മിങ് സൂൺ അല്ലെങ്കിൽ ഓഗസ്റ്റ് 3 അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഉറപ്പില്ല, പ്രൊമോ വരുന്നില്ല. നമ്മുടെ ഒരു പ്രൊമോ ഉണ്ടല്ലോ, ഗുമ്മ് വരുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ നല്ലൊരു അടിപൊളി പ്രൊമോ നാളെയോ മറ്റന്നാളോ ഒക്കെ വന്നിരിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് വന്നേക്കാം, പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു നാളെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അറിയത്തില്ല, കാരണം ഡേറ്റ് എന്തായാലും വന്നല്ലോ. എന്നാൽ പിന്നെ ഇവർക്ക് ഈ പ്രൊമോ ഇടുന്നതിന് ഒരു കുറവുമില്ല, കാരണം ഇനിയിപ്പോൾ 11 ദിവസം എന്തോ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം നാളെ ഒരു പ്രൊമോ വരുമെന്ന്. പിന്നെ ഈ 15 പേരും കൂടെ അത് 2 കോമണർ 2 പേരാണെന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. ഇത്തവണ ഒരു മെയിൽ കോമണർ ഒരു മെയിൽ കോമണറിനെ കാണാൻ ആഗ്രഹമുണ്ട്. കാരണം വന്നതെല്ലാം നമ്മുടെ ഒരു ഫീമെയിൽ കോമണേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഇനിയൊരു മെയിൽ കോമണർ വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ 15 പേര് കൂടാതെ 2 കോമണറും കൂടി ഇരുന്നോട്ടെ. അപ്പോൾ 15, 16, 17 അത് നമുക്കറിയില്ല. ഇനി കഴിഞ്ഞ വർഷത്തെ പോലെ കോമണറിന് നമുക്ക് റിലീസ് ആക്കുമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മുടെ നിഷാനെയും
അതുപോലെ രസ്മിൻ ഭായൊക്കെ വീഡിയോയിൽ ഒന്ന് പറഞ്ഞല്ലോ നമ്മളൊന്ന് മാറ്റി പിടിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊമോയിൽ അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോ വന്നിരുന്നല്ലോ. ഇനി അതേപോലത്തെ ഒരു പ്രൊമോ വരുമെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് കാത്തിരിക്കും. ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെയാണെങ്കിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഇനി അപ്കമിങ് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഇനി ഇതേപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.